കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂർ സന്ദർശനം തുടരുക തന്നെയാണ്. പൊങ്കുന്നത്ത് മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു. സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, കൃത്യമായിട്ടും വ്യക്തമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഗുരുത്വം നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുവാൻ വേണ്ടിയിട്ടെത്തിയത്. അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. ഒപ്പം തന്നെ രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, വികസനമാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നതെന്നും. അതിന് പ്രധാനമായി പറയേണ്ടത് തൻ്റെ രാഷ്ട്രീയ നയം ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വികസനം, രാജ്യത്തിൻ്റെ വികസനം, അത് തന്നെയാണ് തൻ്റെ രാഷ്ട്രീയ നയം എന്നുള്ളത് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം അത് തൃശ്ശൂർ വീണ്ടും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു സന്ദർശനത്തെ ചൊല്ലി ഏറെ വിമർശനങ്ങൾ ഇതിന് മുമ്പും ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇത് തൻ്റെ ഗുരുത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന വ്യക്തി തന്നെയാണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കരുണാകരനും. അതുപോലെ അമ്മയുടെ സ്ഥാനമാണ് കല്യാണിക്കുട്ടി അമ്മയ്ക്കും ഞാൻ നൽകുന്നത്. അതുകൊണ്ട് ഗുരുത്വത്തിൻ്റെ അല്ലെങ്കിൽ ആ ഗുരുത്വത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് താൻ ഇവിടെ എത്തിയത്, പുഷ്പാർച്ചന അർപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. ഇതിനു മുമ്പ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി കേരളത്തിലെത്തിയ സമയത്ത് ആദ്യം പോയത് വടക്കൻ കേരളത്തിലാണ്. അതിൽ നായനാരുടെ വീടും സന്ദർശിക്കുന്നുണ്ട്, ശാരദ ടീച്ചറെയും സന്ദർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതു. ശാരദ ടീച്ചറുടെ വാക്കുകളും അതിൽ പ്രസക്തമാണ്. കാരണം അമ്മ എന്നാണ് എന്നെ വിളിക്കാറ്, അച്ചാർ എന്നാണ് നായനാരെ വിളിക്കാറ്. അതുകൊണ്ട് തന്നെ ഏറ്റവും തങ്ങളുടെ മകന് നൽകുന്നത് എങ്ങനെയാണോ ആ സ്നേഹം സുരേഷ് ഗോപിക്കും നൽകുമെന്നുള്ള വാക്ക് ആ ടീച്ചർ ആവർത്തിച്ച് പറയുകയുണ്ടായി. അതിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല എന്നുള്ളതും ടീച്ചർ പറയുന്ന സാഹചര്യമുണ്ടായി. അത് തന്നെയാണ് ഇവിടെയും നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ സാഹചര്യം തന്നെയാണ് ഇവിടെയും ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും തൻ്റെ രാഷ്ട്രീയ നിലപാട്, രാഷ്ട്രീയ നയം അദ്ദേഹം ഒന്നുകൂടി ഉറച്ച് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഒരു വ്യക്തത. എന്തായാലും അകത്ത് അദ്ദേഹമുണ്ട്, സുരേഷ് ഗോപിയും പത്മജ ഉൾപ്പെടെയുള്ളവർ അകത്തുണ്ട്, പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ ഇവിടെ നിന്നാണ്. ഇതിന് ശേഷം അദ്ദേഹം പോകുന്നത് തൃശ്ശൂർ ലൂർദ് പള്ളിയിലേക്കാണ്. അവിടെയും സന്ദർശനമുണ്ട്. അതിനുശേഷം പുതുക്കാട്, പീച്ചി, തൃശ്ശൂർ മണ്ഡലങ്ങളിലാണ് അദ്ദേഹത്തിന്റെ സ്വീകരണ പരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് അതിന്റെ മുറയ്ക്ക് നടക്കും. ഇന്നലെ നിശ്ചയിച്ചിരുന്ന പരിപാടികളെല്ലാം തന്നെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാകും, പരിപാടികളിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് BJP നേതൃത്വം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തൻ്റെ നിലപാട് അദ്ദേഹം ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ആരെയും മാറ്റി നിർത്തില്ല, അതായത് വന്ന വഴികളൊന്നും തന്നെ താൻ മറക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു രീതി അത് തന്നെയാണ് അദ്ദേഹം തീർച്ചയായിട്ടും പിന്തുടർന്ന് പോരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നായനാരുടെ വീടും അതുപോലെ തന്നെ ഇത്തരത്തിൽ മുരളി മന്ദിരവും അദ്ദേഹം തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനി പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നമുക്കറിയാം സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ ഇവിടെ നിന്ന് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം ഇവിടെ നിന്നാണ് അദ്ദേഹം കഴിക്കുന്നതിന് ശേഷമാണ് ലൂർദ് പള്ളിയിലേക്ക് പോവുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും എതിരാളികളെ പോലും നിശബ്ദമാക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടത്. രജനി, ജനങ്ങൾക്കിടയിൽ തന്നെയാണ് ജനനായകൻ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസനം തന്നെയാണ് തൻ്റെ ലക്ഷ്യം, തൻ്റെ രാഷ്ട്രീയ നയം എന്നുകൂടെ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. തൃശൂർ പൊങ്കുന്നത്ത് മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെയും കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ലൂർദ് പള്ളിയിലും അദ്ദേഹം സന്ദർശിക്കും. ഒപ്പം വിവിധ പരിപാടികളിലും ഇന്ന് സുരേഷ് ഗോപി പങ്കെടുക്കും.